അപ്പൊ രാവിലെ എണീറ്റിട്ട് അപ്പൂൻ്റെ വീട്ടിലാണ്ട കൊച്ചിയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ചപ്പോ നോമ്പായത് കാരണം നമുക്ക് വേണ്ടി ഇനി ഫുഡൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ബേബിനെ ഡേ കെയറിലാക്കണം. അപ്പൊ അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തിട്ട് വിടുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കുറുക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് കഞ്ഞി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ബേബീൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അലക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇനി വിരിച്ചിടണം. ഞാൻ എണീച്ചപ്പോ തന്നെ ഞാൻ ബെഡിനെ എണീറ്റ് അപ്പൊ തന്നെ ആളെ എണീറ്റിട്ടാ. ഞാൻ വിചാരിക്കരുത് ഇങ്ങനെ എണീക്കണം എപ്പോഴും. അതെ, ഞാൻ എണീറ്റ് ഞാൻ പയ്യെ എണീക്കുള്ളൂ. കാരണം ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല. ഫുൾ ഇവിടെ കിടന്ന് ഉച്ചയുമ്പോഴോ കരച്ചിലായിരിക്കും ആൾ എടുക്കാൻ വേണ്ടിയിട്ട്. പണികളൊന്നും സ്പീഡിൽ നടക്കില്ല. ലാസ്റ്റ് കടയിൽ പോകാൻ ലേറ്റായി അപ്പൂനെ ചീത്തയും കിട്ടി ലാസ്റ്റ് തല്ലുപിടിച്ചിട്ട് വേണം രണ്ടുപേരും പോവാൻ. അപ്പൊ ഇപ്പൊ നേരത്തെ എണീറ്റ്, കാരണം ഇന്നലെ നല്ല ലേറ്റായി ഷോപ്പ് തുറക്കാൻ. പിന്നെ അപ്പൂന് കുറെ ചീത്തയും കേട്ടോ. അപ്പൊ രാവിലെ എണീറ്റപ്പോ തന്നെ ഇവള് എണീറ്റ്. അപ്പൊ പിന്നെ വേറെ പണികളൊന്നുമില്ല. അവക്കിനി കുറുക്കുകൾ ഉണ്ടാക്കണം, അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്യണം. ബേബിയുടെ കുഞ്ഞ് സോഫയിൽ ഇരുന്നപ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ അതിലിരുത്തി കൊടുത്തേണ്. പിന്നെന്താ ഡ്രസ്സൊക്കെ ഒന്ന് വിരിച്ചിടണം. പിന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടാ. അത്താഴത്തിന് അപ്പൂക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ രാത്രി ഓൾറെഡി കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പൊ അത് ഇനി ചൂടാക്കി കഴിഞ്ഞിട്ടാ ഇനി ധാരാൻ വെക്കണം. പിന്നെ ബേബിക്ക് കൊടുത്തിടാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. ഞാൻ ബേബിനെ വാക്കറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ പണി നടക്കൂല. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കളിപ്പിച്ചിരുത്തിയാലേ ഇരിക്കുള്ളൂ, എന്നാലും ഇരിക്കൂല, കരച്ചിലാണ്. സ്നാക്സിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് റവ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം എന്താ പറയാ കുറുക്കിയെടുക്കാം. ഇനി നല്ലോണം ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ ഇത് ഫസ്റ്റ് റവ ഒന്ന് റോസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാൻ രാത്രി വിചാരിച്ചിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണമെന്ന്. ഞാൻ രാത്രി തന്നെ വെക്കുള്ള ഫുഡ് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഞാൻ ഓർത്ത് വെക്കാറുണ്ട്, പക്ഷെ മറന്നുപോയി, വെള്ളം ഒഴിച്ചു പോയി. പിന്നെ ഇന്നലെ ഞാൻ റൂബിക്ക് കൊടുത്തിട്ട് നമ്മുടെ ഏത്തപ്പഴം വേവിച്ചിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചിട്ടാണ് കൊടുത്തത്. ഓരോ ദിവസം മാറി മാറി കൊടുത്താലേ അവള് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ആള് കഴിക്കൂല. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ബട്ടർ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ തേനാണ് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കഴിക്കൂല റൂബി. പിന്നെ ഞാൻ ആ വേവിച്ച് വെച്ച റവയിലോട്ട് ഒരു 4 പൂവൻ പഴം നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഷുഗറിനും ആവും, ഒരു ഫ്ലേവറും ഉണ്ടാവും, ഹെൽത്തിയുമാണ്. പിന്നെ റവ ഇങ്ങനെ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ കട്ടി പോലെ ആവും. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി, തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ബോട്ടിൽസ് ഒക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിക്ക് ഇപ്പോഴത്തെ ഫുഡ് കൊടുക്കണം. അങ്ങനെ ബേബിക്ക് ഫുഡ് കൊടുത്തിട്ട് അവള് ജസ്റ്റ് ഒന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ വെക്കണ്ട. കിച്ചണിൽ കുറച്ച് മെസ്സൊക്കെ എടുക്കണം, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ അപ്പം അവൾക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ. പിന്നെ എന്നോട് ഇന്നലെ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്നോട് കുറച്ച് പേര് ഇൻസ്റ്റയിൽ ചോദിച്ചു, പിന്നെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് ചോദിച്ച് എന്ത് ഫോർമുല മിൽക്കാണ് കൊച്ചിന് കൊടുക്കണം, ബേബിക്ക് കൊടുക്കണമെന്ന്. ഞാനിപ്പോൾ പിന്നെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു പൗഡറാണ് ഐസോമിൽ എന്ന് പറഞ്ഞ പൗഡർ. അത് ആ ടൈമിൽ കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ നമ്മൾ ഷോപ്പിൽ ഫസ്റ്റ് പോയപ്പോൾ തൊട്ട് കൊടുക്കുമായിരുന്നു സെർലാക്ക്, സിമിലാക്ക്, ഡെക്സോലാക്ക് അതൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ കൊടുക്കാറില്ല. ഇപ്പം ഡേക്കറി പോകണാറ് നല്ല ഹെൽത്തി ഫുഡ് തന്നെ കൊടുക്കാറുള്ളൂ. പിന്നെ ഞാൻ ഷോപ്പിൽ കൊണ്ടുപോകാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ചീത്തായി പോവും, നമ്മുടെ ചെല്ലുമ്പോഴത്തേക്ക് ചീത്തായി പോകും. ഇപ്പം ഡേക്കറി പോകണാറും കുഴപ്പമില്ല. ഞാൻ ഐസോമിൽ എന്ന് പറഞ്ഞ ഫോർമുല മിൽക്കാണ് ആ ടൈമിൽ കൊടുത്തേച്ചത് കേട്ടോ. അങ്ങനെ റൂബിൻ്റെ ഫുഡും വാട്ടറും പാമ്പേഴ്സ് ഡ്രസ്സൊക്കെ നമുക്ക് ബാഗിലോട്ട് പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ റൂമും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഗൈസ്, അങ്ങനെ ലാസ്റ്റ് റൂമും കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ആക്കി. ഇനി റൂബിൻ്റെ ഡ്രസ്സ് ഒന്ന് വിരിച്ചിടണം. പിന്നെ അവളുടെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് അവളെ റെഡിയാക്കി കഴിഞ്ഞാലേ പിന്നെ എനിക്ക് റെഡിയാവാൻ പറ്റുള്ളൂ. കുറച്ച് ലേറ്റായി ഇപ്പം. അപ്പം ഞാൻ വിചാരിച്ച് റെഡിയായി കഴിഞ്ഞിട്ട് അപ്പൂനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തൊട്ട് ചീത്തയേക്കേണ്ട വരും. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചില്ല.
കാണാൻ വേണ്ടി ഡേ കെയറിൽ പോയിട്ടുണ്ടായി. പിന്നെ ഫസ്റ്റത്തെ പ്രാവശ്യം ആയതാണ് നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായി 2-3 ദിവസം ഞാൻ തന്നെ വന്നിട്ട് ഫുഡ് കൊടുക്കുന്നു. പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങളെ കാണാൻ വേണ്ടിയൊക്കെ പോയതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് നടക്കാനുള്ളൂ. അപ്പൊ ഇങ്ങനെ ചിലര് വിചാരിക്കില്ല എനിക്ക് നോക്കാനല്ലേ ഉള്ളൂ, എന്തിനാണ് ഇപ്പൊ തന്നെ കൊണ്ടാക്കിയെന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഒട്ടും ഇഷ്ടമില്ല അവളാക്ക, എനിക്ക് നോക്കാനുള്ളൂ. പിന്നെ എന്താണ് ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ നമുക്ക് തന്നെ പറ്റാളൂ. ഇപ്പൊ തന്നെ നോമ്പ് പിടിച്ചിട്ട് ഞാനും തങ്ങളുടെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റല്ലോ. പോരാത്തിന് ഭയങ്കര ചൂട്, ഷീറ്റിന്റെ കാരണം ഭയങ്കര ചൂടൊന്നുമില്ല. അതാണ് നമ്മൾ മെയിനായിട്ട് അവിടെ ആക്കിയ കാര്യം കേട്ടോ. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് നിസ്കരിച്ചിട്ട് ഓടിയൊക്കെ കഴിഞ്ഞപ്പോ ഉമ്മ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഉമ്മ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഷോപ്പിലോട്ട് വന്നിട്ട് നോമ്പ് ഉറക്കുന്നു ഉമ്മ പറഞ്ഞു. ഞാൻ ചിലപ്പോ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോളൂ, ഒരു മൂടുണ്ടായാൽ മാത്രം പോളൂ, കാരണം കുറച്ച് ടയേർഡാണ് ഇന്ന്. അപ്പൊ അങ്ങനെ പോണെണെങ്കിൽ ഉമ്മി വരാന്ന് പറഞ്ഞ ആ ഷോപ്പിൽ നിന്ന്. അപ്പൊ അങ്ങനെ പോണെണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതൊക്കെ. ഇപ്പൊ ടൈം ഒരു 3 മണിയാവാറായി. ഇപ്പൊ ടൈം ഒരു 6 മണിയായി. അപ്പു റൂബേബിനെ ഡേ കെയർ എന്നൊക്കെ പോയി വിളിച്ചിട്ട് വന്നിട്ടാ. എന്നിട്ട് അപ്പു പോയിട്ട് നോമ്പ് ഉറക്കാൻ വേണ്ടിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചിട്ടാണ്. ഓ ഭാര്യ നോമ്പ് പിടിച്ച് പറഞ്ഞ ഫ്രൂട്ട്സ് കട്ട തന്നെയാണോ? എന്താണ് ഭാര്യ മാത്രമല്ല നോമ്പ് പിടിച്ച ആര് വന്നാലും അണ്ട് വീട്ടിന്ന് ഇതൊന്നും കണ്ടില്ലല്ലോ. ഏത് വീട്ടില് നിങ്ങയൊക്കെ ചെയ്യാനില്ലേ? ഇതിപ്പോ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോ നീ ബിസി ആയി പോകും, അതുകൊണ്ട് മാത്രം ചെയ്തായിരുന്നു. എന്തൊക്കെയാ മേടിച്ചിക്കണോ? മുന്തിരി മേടിച്ച് അതിങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി വെള്ളത്തിൽ വെച്ച്, ആപ്പിള് കട്ട് ചെയ്ത്, പിന്നെ ഓറഞ്ച്, പിന്നെ കടികൾ മേടിച്ചിട്ടുണ്ട്. കടികൾ എന്തൊക്കെയാ മേടിച്ച? ഓർമ്മയില്ല, എന്തൊക്കെ മേടിച്ച അവിടെ കണ്ടേക്കാം. അപ്പൊ ഇപ്പൊ മേടിച്ചിട്ടുണ്ടായി. ഇപ്പോട് വച്ചേന്ന് വെച്ചിട്ട് നോമ്പാണ് എനിക്ക്. അവന് നോമ്പാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ വന്നിട്ട് കാണിച്ചു തരാം. അനുവനുണ്ടോ ഇവിടെ? പിന്നെ കത്തിയൊക്കെ ഓൾറെഡി ഉണ്ടായി അല്ലേ ഷോപ്പില്. ഗൈസ് ആദ്യമായിട്ടാണ് നോമ്പ് വെക്കാൻ വേണ്ടി ഇവിടെ ഒരാള് ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനൊരു കൊതിയായിട്ട് അവിടെ കണ്ടിട്ട് മേടിച്ചാണ്. ഇതെന്താ, എന്തൊക്കെയാ സംഭവം? കട്ട്ലേറ്റ് സമൂസ. ഇതെന്താ? അതെന്തോ പേരറിയാത്തൊരു ഡിഷാണ്. കഴിച്ചോക്കിട്ട് അല്ലേ, കഴിച്ചോക്കിട്ട് അറിയാം എന്താന്ന്. എന്തായാലും ഉണ്ണിയപ്പത്തിന് നോമ്പുറക്കാൻ നേരത്ത് ആരും ഉണ്ണിയപ്പം കഴിക്കൂലെന്നല്ല പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ ഫസ്റ്റ് ടൈം കാണണ. ഏത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ നോമ്പുറക്കാൻ നേരത്ത് അങ്ങനെ കഴിക്കൂലെന്ന് ഉണ്ണിയപ്പം? അങ്ങനെ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് കാണണ ഉണ്ണിയപ്പം വെച്ചിട്ട്. ഉണ്ണിയപ്പൊക്കെ ആയിട്ട് ഗ്ലാസ് ഒക്കെ കാണിച്ചിട്ടുണ്ടോ? പേപ്പർ ഗ്ലാസ്. പരിഷ്കാരം. എന്ത് പരിഷ്കാരം? ഇതൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റ് ചെയ്യാൻ തന്നെ ഇവിടെ കൂടെ കളയണ്ടേ? അതല്ല, ഗ്ലാസ് ഒക്കെ വേണോ? ആ ബോട്ടിൽ തന്നെ കുടിച്ചാ പോരെ? അങ്ങനെ നോമ്പോറെ കണ്ട് ഇപ്പൊ ആ ഷോപ്പിലോട്ട് പോയിട്ടാ. എന്നിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇന്നലെ നോമ്പും കാര്യങ്ങളൊക്കെ ഇത്രയും ഉണ്ടാവുള്ളൂ. സിമ്പിൾ ആയിട്ടായിരുന്നു. കാരണം ഇനി ഷോപ്പിൽ തന്നെ ആയിരിക്കും. പിന്നെ ആരെങ്കിലും നോമ്പോർക്കൊക്കെ വിളിക്കണം അല്ലേ? പിന്നെ ഉമ്മിന് ഞായറാഴ്ച അളിയന്റെ ഇത്താതന്റെ വീട്ടിൽ നോമ്പോറെ ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഇനി ഉമ്മിയങ്ങാൻ്റെ ഷോപ്പൊക്കെ തുറക്കാണ്ടിരുന്നാലും നമ്മ ആ വീട്ടിൽ നിന്നൊക്കെ നോമ്പുറക്കുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഡെയിലി ഷോപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. ഇനി നേരെ നമ്മ ചുള്ളിക്കലോട്ട് പോവും. അവിടെ നിന്നായിരിക്കും നാസ്റ്റൊക്കെ ആക്കിയിട്ട് പിന്നെ കിടക്കും. വേറെ ഒന്നുമില്ല. അപ്പൊ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺ. ബൈ.